കർണാടകത്തിന് പിന്നാലെ കേരളത്തിലും സമരത്തിനൊരുങ്ങുകയാണ് ഒരു വിഭാഗം ലോറി തൊഴിലാളികൾ. ഡ്രൈവർമാർക്കും ലോറി ഉടമകൾക്കുമെതിരെയുള്ള കേന്ദ്ര നിയമം പിൻവലിക്കുക, സംസ്ഥാനത്ത് ലോറി തൊഴിലാളികൾക്ക് വേണ്ട സൗകര്യമൊരുക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന് ഓൾ കേരള ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഭാരതീയ ന്യായസംഹിത പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസുകളിൽ ഡ്രൈവർമാരെയും വാഹന ഉടമകളെയും നിയമക്കുരുക്കിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. ഇത് ലോറി തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസുണ്ടായിരുന്നതിന് ഇപ്പം അത് ചട്ടം മാറ്റി ക്രിമിനൽ കേസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈവറിന് 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, നിങ്ങളൊരു സ്കൂട്ടർ ഓടിച്ചിട്ട് ഒരാളിനെ വണ്ടി തട്ടിയിട്ട് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബാധകമാണ്. ദീർഘദൂര യാത്ര നടത്തുന്ന ലോറി തൊഴിലാളികൾക്ക് വിശ്രമത്തിനാവശ്യമായ സൗകര്യങ്ങളില്ല. 2020 നിർത്തലാക്കിയ ക്ഷേമനിധി പുനഃസ്ഥാപിക്കണമെന്നും ഓൾ കേരള ലോറി ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. അതായത് രാത്രി കാലങ്ങളിൽ പട്ടി ബിസ്ക്കറ്റും കട്ടൻ ചായയും തന്നിട്ടാണ് ഇന്ന് കേരളത്തിലുള്ള പോലീസുകാരായാലും ജനങ്ങളായാലും ലോറിക്കാരനോട് കടന്നുറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഈ പകലൊന്ന് കടന്നുറങ്ങാൻ ഇന്ന് ഈ കേരള സംസ്ഥാനത്ത് ഒരു സൗകര്യമില്ല. ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇന്ന് ഞങ്ങൾക്ക് കേരളത്തിലില്ല. പോലീസുകാർ വന്നിട്ട് 5000 രൂപ 3000 രൂപ അവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അതാണ് അവരുടെ പൈസ മാത്രം. എന്താ വണ്ടിയോടെ പാർക്ക് ചെയ്തിരിക്കുന്നത് സാറേ? ഇതുപോലെ ബ്രോക്കർ ഷെഡ് ഇവിടാണ്, അങ്ങോട്ട് പോയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ പറ്റത്തില്ല. വണ്ടി എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആദ്യം അവർ ഫൈൻ ഇടുക, അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളുടെ സംസാരം. കർണാടകയിൽ ആരംഭിച്ച ലോറി സമരം വരും ദിവസങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സാരമായി ബാധിക്കുമെന്നിരിക്കെയാണ് കേരളത്തിലും ലോറി തൊഴിലാളികൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. മീഡിയ 1 കൊച്ചി.